അസ്സലാമലൈക്കും. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്, അതായത് ഗാർലിക് ബ്രെഡ്. ഈ ഒരു ഗാർലിക് ബ്രെഡ് നമുക്ക് രണ്ട് തരത്തിലായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒന്ന് കുറച്ച് മാവൊക്കെ കുഴച്ചെടുത്തിട്ട് അതിനുള്ളിൽ ചീസ് വെച്ച് ഫിൽ ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അതിനുള്ളിലും ഇതുപോലെ കുറച്ച് ചീസ് വെച്ച് ഫിൽ ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിന്ന് ബ്രെഡ് കൊണ്ട് എങ്ങനെയാണ് ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 ഗാർലിക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഗാർലിക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് ചെറിയ ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇത്ര തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ 3 എന്നുള്ളത് 2 എണ്ണാക്കി എടുത്താൽ മതി. കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഗാർലിക്കൊക്കെ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഓപ്ഷനിലാണ്, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്നത് വരെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ബട്ടറിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ 4 ബ്രെഡ് വെച്ചിട്ട് നമുക്ക് 2 ഗാർലിക് ബ്രെഡായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇതിൽ നിന്ന് 1 എടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർ ഉണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ബ്രെഡിന് മുകളിലായിട്ട് ഇതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു പാന് ചൂടാക്കാനായിട്ട് വെക്കാം. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ ബട്ടർ വരുന്ന സൈഡ് അടിഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കണം. അതിന് മുകളിലായിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ബട്ടറൊന്നും തേക്കാത്തൊരു ബ്രെഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പാനിൽ വെച്ചതിന് ശേഷമായിട്ട് അതിന് മുകളിലായിട്ട് നമ്മളിതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 1.5-2 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴേക്കും ബ്രെഡ് ടോസ്റ്റ് ആയിട്ട് വരും. അപ്പം തുറന്ന് നോക്കിയിട്ട് ഈ സൈഡ് റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറിച്ചിട്ടിട്ട് ഇതേപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ആ സൈഡും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ബട്ടർ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റേ ബ്രെഡും കൂടെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ബ്രെഡിൻ്റെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്കോ കട്ടിംഗ് ബോർഡിലേക്കോ എങ്ങാനും മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 5 മിനിറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇതിനുള്ളിൽ വെച്ചിട്ടുള്ള ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്